തോമസ് ഐക്യരേത്തു മാസ്റ്റർ അനുസ്മരണം നടത്തി. അങ്കമാലി കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച എറണാകുളം ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്ന തോമസ് ഐക്യരേത്തു മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനം കറുകുറ്റി രാജീവ് ഭവനിൽ നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ KB മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP അയ്യപ്പൻ അധ്യക്ഷനായിരുന്നു. കറുകുറ്റി അങ്കമാലി മേഖലകളിൽ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഐക്യരേത്തു മാസ്റ്റർ എന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KP മുഹമ്മദ് കുട്ടി മാസ്റ്റർ പറഞ്ഞു. റോജി M. ജോൺ MLA മുഖ്യാതിഥിയായിരുന്നു. മുൻ MLA PJ ജോയ്, ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ KP ബേബി, PV ജോസ്, മാത്യു തോമസ്, ഷൈജോ പറമ്പി, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ പൈനാടത്ത്, KS ഷാജി, UDF കൺവീനർ TM വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ KP പോളി, CP സെബാസ്റ്റ്യൻ, KP ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ റോയി ഗോപുരത്തിങ്കൽ, ജിജോ പോൾ, ഷാജു വി തെക്കേക്കര, KP ഗോവിന്ദൻ, VS ശ്രീവത്സൻ, ജോജി കല്ലൂക്കാരൻ, CA ജോയ്, ഷാജു NV, സാജു നെടുവേലി, PP ആന്റണി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. മാഷ് നമ്മളെ സംബന്ധിച്ചൊക്കെ എന്താണ് നാടിനോട് പ്രത്യേകം ചെയ്തിട്ടുള്ളത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല, ഇന്നത്തെ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അധികാരത്തിന്റെ വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ക്രയവിക്രയം നടക്കുന്ന ഒരു സമയമായിരുന്നില്ല ഐക്യരേത്തു മാഷൊക്കെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിന് അദ്ദേഹം പ്രഥമ പ്രസിഡന്റായിരുന്നു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തികമായി കൂടുതൽ ക്രയവിക്രയം ഇന്ന് നടക്കുന്ന പോലെയുള്ള അധികാര വികേന്ദ്രീകരണങ്ങളോ അധികാരങ്ങളൊന്നും പഞ്ചായത്തിലില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെതായ ആ രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് പ്രസിഡന്റായ സമയത്ത് ഒട്ടനവധി വിഭാഗങ്ങൾക്ക് വീട് കൊടുക്കുവാൻ അന്നിവിടെ നമുക്കറിയാം ഐക്യരേത്തു മാഷും CP സെബാസ്റ്റ്യൻ ചേട്ടനും കരേജ് ചേട്ടൻ അതുപോലെ PV പൗലോസ് ചേട്ടൻ അടക്കമുള്ള ഒരു ഗ്യാങ് ആയിരുന്നു കറുകുറ്റിയെ അങ്ങേറ്റം നയിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ഇവിടെ സെബാസ്റ്റ്യൻ പറയുകയുണ്ടായി, ഓരോ ഇലക്ഷൻ വരുമ്പോഴും രാപ്പകലില്ലാതെ ഓടി നടന്ന് ഒരു മാവേലി തോമസ് ചേട്ടന്റെ കാറും വിളിച്ച് ഇവരെങ്കിലും രാപ്പകലിൽ KP പോളിച്ചാണ് അടക്കമുള്ള ആളുകൾ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഉചിതമായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കറുകുറ്റി പഞ്ചായത്തിനെ സംബന്ധിച്ചും കറുകുറ്റിയിലെയും അങ്കമാലിയിലെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഒരിക്കലും വിസ്മരിക്കാനാവാത്ത മഹത്തായ നേതൃത്വം നൽകിയ ആളാണ് ഐക്യരേത്തു മാഷ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഒരുപക്ഷെ കറുകുറ്റിയും അങ്കമാലിയും ഒക്കെ നമ്മൾ പൊതുവിൽ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് വളരെ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. നമുക്ക് പ്രത്യേകിച്ച് കറുകുറ്റി പഞ്ചായത്തൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കറുകുറ്റി പഞ്ചായത്തിൽ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടണമെങ്കിൽ CPM വിചാരിച്ചാൽ നടക്കില്ല. ഇവിടെ ഗോവിന്ദേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ തന്നെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചില വാർഡുകളിലൊക്കെ നമ്മൾ തോക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നമുക്ക് ഇവിടെ വലിയ കരുത്തുള്ള ഒരു പ്രദേശമായി നമുക്ക് ഈ കറുകുറ്റിയും അതുപോലെ തന്നെ അങ്കമാലിയും ഒക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ അതിൽ ഐക്യരേത്തു മാഷിനെ പോലുള്ള ആളുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഒരു വലിയ ഘടകമായിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും വഹിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ കൗൺസിലിൽ അംഗമായി. ജില്ലാ കൗൺസിൽ പ്രസിഡന്റായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് കുട്ടി മാഷാണ്. നമ്മൾ അദ്ദേഹത്തെ കാത്താണ് നമ്മളിവിടെ ഇരിക്കുന്ന. അദ്ദേഹം അല്പസമയത്തിനുള്ളിലൂടെ എത്തിച്ചേരും. അപ്പോൾ ഈ സ്ഥാനമാനങ്ങളെല്ലാം വഹിക്കാനും അത് വളരെ ഉത്തരവാദിത്വബോധത്തോടു കൂടി വളരെ ഭംഗിയായി ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിൽ എല്ലാ കാലത്തും ഓർത്തിരിക്കാവുന്ന തരത്തിലുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളെ കൊണ്ട് ആരെ കൊണ്ടും ആക്ഷേപം പറയിപ്പിക്കാതെ എല്ലാവരുടെയും അംഗീകാരം പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് മാഷിന് സാധിച്ചു എന്നുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എന്നും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഉണ്ടല്ലോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ചേരിയിലാണ്, അപ്പുറത്തും ഇപ്പുറത്താണ് നിന്നിരുന്നതെങ്കിൽ പോലും ഐക്യരേത്തു മാഷ് ഞാനുമായി വ്യക്തിപരമായി വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തന കാര്യങ്ങളിലെല്ലാം അങ്ങേയറ്റം വളരെ ആത്മാർത്ഥമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കും വളരെ ആത്മാർത്ഥമായി ഞാനുമായി സഹകരിച്ചു. അതൊക്കെ കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഈ ജില്ലാ പഞ്ചായത്തിൽ ഇന്ന് പഴയതിനേക്കാളൊക്കെ കുറെ കൂടി പണ്ട് കടലാസിൽ മാത്രമേ ഉള്ളൂ, ഇപ്പോഴൊന്നും ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുത.
പ്ലാൻ ഫണ്ട് ജില്ല പ്ലാൻ ഫണ്ട് അനുവദിക്കുന്നു എന്ന് പറയും. ഏറ്റവും അവസാനം മാർച്ച് അവസാനത്തിൽ പ്ലാൻ ഫണ്ടിന്റെ ഓർഡർ വരും. ഓർഡർ വരുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ട്രഷറി ബാനും വരും. അതോടുകൂടി ഈ ചെക്കും കൊണ്ട് ചെല്ലുന്നവൻ അതുകൊണ്ട് തന്നെ നടപ്പല്ലാതെ ഒരു പൈസ പോലും അവിടെ നിന്ന് മാറിയെടുക്കാൻ സാധിക്കില്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോ ഒരു വികസന പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ള വസ്തുത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് PWDക്ക് ഒരു റോഡോ അല്ലെങ്കിൽ പാലോ മറ്റെന്തെങ്കിലും ചെയ്യാൻ അത് സാധിക്കുന്നില്ല. കിഫ്ബിയാണ് ഇപ്പോൾ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം. പക്ഷേ കിഫ്ബിയിലും ഇതുപോലെ തന്നെ അവസ്ഥയാണ്. അതിൽ നിന്നും ഒരു വികസന പ്രവർത്തനം നടത്താൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാവുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്, മുനിസിപ്പാലിറ്റിക്കാണെങ്കിലും പഞ്ചായത്തുകൾക്കാണെങ്കിലും. അവരുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും നടക്കുന്നു എങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഓൺ ഫണ്ടിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളല്ലാതെ ഇപ്പോൾ നമ്മുടെ മെമ്പർമാരെല്ലാം വഴിനീളി നടന്ന് ജനത്തിന്റെ തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അവരുടെ ഉദ്ദേശം? അവരുടെ ആഗ്രഹങ്ങൾ വളരെ വലുതാണ്. അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് അത് ഇവരോട് ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. ജനങ്ങളുടെ അടുത്ത് ജനങ്ങൾ അത് മനസ്സിലാക്കുകയില്ല. അവരെ ഈ ആളുകളെല്ലാം മെമ്പർമാരെ എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചു